XUV 500 ഒട്ടും തന്നെ പെർഫോമൻസ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഒട്ടും തന്നെ വലിവില്ലായിരുന്നു. അതായിരുന്നു എൻ്റെ കംപ്ലൈൻറ്റ്. നമ്മൾ വിശദമായി ഈ വാഹനം ചെക്ക് ചെയ്തു. ഈ വാഹനം ചെക്ക് ചെയ്ത് 70,000 കിലോമീറ്റർ അധികം ഓടിയ ഒരു വാഹനമാണ്. അധികം ഓട്ടോ ഇല്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ EGR-ഉം ഇൻലെറ്റും ഇൻലെറ്റ് മാനിഫോൾഡ് എല്ലാം കംപ്ലീറ്റ് സ്ലെഡ്ജ് കയറി ബ്ലോക്കായിരുന്നു. ഇതുപോലെ ഇത്രമാത്രം അഴുക്കിലുണ്ടായിരുന്നു. സാധാരണ വാഹനങ്ങളൊക്കെയും സർവീസ് ചെയ്യുമ്പോൾ ഡീസൽ വാഹനങ്ങൾ ഒരു 60,000 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇതൊരു ഡീറ്റെയിൽ ക്ലീൻ ചെയ്യേണ്ടതാണ്. പക്ഷേ പുതിയ ആൾക്കാരൊന്നും ചെയ്യാറില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ പെർഫോമൻസിലും മൈലേജിലും ഒക്കെ നല്ല ഷോർട്ടേജ് ഉണ്ടാവും. അങ്ങനെ ടർബോ കംപ്ലൈൻറ്റ് ആവും. ഈ വാഹനത്തിന് ടർബോ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ടർബോയുടെ കോർ അസംബ്ലി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെല്ലാം ഡീറ്റെയിൽ ചെയ്തു, കംപ്ലീറ്റ് ഡീറ്റെയിൽ ക്ലീൻ ചെയ്തു, എല്ലാ ഫ്യൂൽ ഹോസും കംപ്ലീറ്റ് ചെയ്തു. സർവീസ് വണ്ടി സെറ്റാണ് ഇപ്പോൾ. ഈ വണ്ടി സ്പീഡിൽ ഈ വാഹനം കയറുന്നില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ഏകദേശം 100-ന് മുകളിൽ നമ്മുടെ റോഡിൽ ഓടിക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ ഓടിച്ചു നോക്കി. ഓക്കെയാണ്, 100-ന് മുകളിൽ കയറുന്നുണ്ട്. നല്ല പെർഫോമൻസ് ആണ്. നേരത്തെ ഒട്ടും തന്നെ പെർഫോമൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ഏത് വാഹനങ്ങളിലും എന്ത് വർക്കും നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനലായിട്ടുള്ള നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന ഒരു പരിപാടിയുണ്ട്. എല്ലാ വാഹനങ്ങളും വർക്ക് കഴിഞ്ഞ ശേഷം നമ്മളൊരു 20 കിലോമീറ്ററിൽ മിനിമം ഓടിച്ചു നോക്കാറുണ്ട്. എന്തെങ്കിലും കമ്പനി നമ്മൾ ചെയ്തതിനകത്ത് എന്തെങ്കിലും ഫോൾട്ട് വരാം. മനുഷ്യർ ചെയ്യുന്ന വർക്കാണ്, ചിലപ്പോൾ ഫോൾട്ട് വരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. കംപ്ലൈൻറ്റ് ഒന്നുമില്ല, അങ്ങനെ ഈ വാഹനം ഞങ്ങൾ ഡെലിവറി ചെയ്തു.